എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടുവെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഒരു വിശ്വാസി അറിയണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ലോകം, യൂണിവേഴ്സ്, നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, ആകാശം, മലകൾ, കുന്നുകൾ, താഴ്വരകൾ, നദികൾ, സമുദ്രം, മരുഭൂമി വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്നൊരു വിശ്വാസി അറിയണം. അറിയുന്നു എന്ന് പറയാൻ കാര്യം, ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യന് ഇതിൻ്റെ വിശ്വാസം ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞിട്ടാണ് പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ അറിയുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കഥ കേൾക്കാനോ ഒരു ശാസ്ത്രം പഠിക്കാനോ കാര്യങ്ങളുടെ ഇരിപ്പോശമൊന്നും അറിയാനോ വേണ്ടിയല്ല ഉൽപ്പത്തിയിൽ സൃഷ്ടിപ്പിനെ കുറിച്ച് എഴുതിയത്. ഈ കാണുന്ന ലോകത്തിന്റെ പിന്നിൽ കാണാത്ത ഇൻവിസിബിളായ വചനമുണ്ടെന്ന് മനുഷ്യൻ ഗ്രഹിക്കണം. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഇത് ആഗ്രഹിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ഇത് അറിഞ്ഞ കൊണ്ടുള്ള ഗുണം എന്താണ്? ഇപ്പോൾ രോഗികൾ കഴിക്കുന്ന പല മരുന്നിൻ്റെയും സൈഡ് എഫക്ട്സും അതിൻ്റെ ഫലങ്ങളും ആ മരുന്നുണ്ടാക്കിയിരിക്കുന്ന എന്തുകൊണ്ടാണെന്നുള്ളതും ഇപ്പോഴത്തെ രോഗികൾക്കറിയാം. പണ്ടങ്ങനെയല്ല. പണ്ട് ആശുപത്രിയിൽ നിന്ന് കൊടുക്കുന്ന അങ്ങ് കഴിക്കുക, രണ്ടുകൊണ്ടും രോഗം മാറും, രോഗിക്ക് ഫലമുണ്ട്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ അറിയുന്നത് കൊണ്ട് അതിൻ്റെതായ മെച്ചമുണ്ട്. പ്രാർത്ഥന പണ്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രവചനം പണ്ടും പ്രവചിച്ചിട്ടുണ്ട്, ഇന്നും പ്രവചിക്കുന്നുണ്ട്. പക്ഷെ കാര്യം കിടക്കുന്നത് ഇവിടെയാണ്. വചനത്താലുളവായത് വചനം കേൾക്കും. ഹല്ലേലൂയ. ഏലിയാവ് പ്രവചിച്ചു, ആകാശത്ത് നോക്കി പ്രവചിച്ചു, രാജാവിനെ നോക്കി പ്രവചിച്ചു, അന്തരീക്ഷത്തോട് പ്രവചിച്ചു. അതുപോലെ സംഭവിച്ചു. ഈ മനുഷ്യൻ പിന്നീട് വരുന്ന പ്രാർത്ഥിച്ചു, അതുപോലെ സംഭവിച്ചു. യോശുവ സൂര്യ, ചന്ദ്ര എന്ന് വിളിച്ച് സംസാരിച്ചു. അവർ കേട്ടു, കാരണം അവർ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇനി റോമാലേഖനം 1-ാം അധ്യായം പറയുന്നു, പ്രകൃതിയിൽ ഉണ്ടായ കാര്യങ്ങളും പ്രകൃതിയും മനുഷ്യനൊരു സന്ദേശം കൊടുത്തുകൊണ്ടിരുന്നു. എന്താണത്? ഇതിൻ്റെ എല്ലാം പിന്നിലൊരു വചനമുണ്ടെന്നല്ല, ദൈവമുണ്ടെന്ന്. ഒരു സ്രഷ്ടാവുണ്ട്, ഒരു പരിപാലകനുണ്ട്, ഒരു ദൈവമുണ്ടെന്നുള്ള സന്ദേശം ഈ ലോകം മുഴക്കിക്കൊണ്ടിരുന്നു. കാരണം അത് വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടതായിരുന്നതുകൊണ്ട്. കേൾക്കാൻ തയ്യാറാണെങ്കിൽ, സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ പ്രകൃതി നിങ്ങളെ അനേകം കാര്യങ്ങൾ പഠിപ്പിക്കും. പ്രകൃതി വിരുദ്ധം എന്നൊരു വാക്ക് വരാൻ കാര്യം എന്താ? പ്രകൃതിക്ക് നിരക്കാത്തത് കണ്ടോ? അപ്പോൾ തെറ്റും ശരിയും പ്രകൃതി പഠിപ്പിക്കും. ദൈവത്തെയും സാത്താനെയും പ്രകൃതി പറഞ്ഞു തരും. സത്യവും കള്ളവും പ്രകൃതി പറഞ്ഞു തരും. കാരണം പ്രകൃതി വചനത്താൽ നിർമ്മിക്കപ്പെട്ടതാണ്. യേശു കർത്താവ് തൻ്റെ ഉപമയിൽ പക്ഷികളെക്കുറിച്ചാണ് പറഞ്ഞത്, വയലിലെ താമരയെക്കുറിച്ചാണ് പറഞ്ഞത്, കടുകുമണിയെക്കുറിച്ച് പറഞ്ഞു, കളയെക്കുറിച്ച് പറഞ്ഞു, മീനിനെക്കുറിച്ച് പറഞ്ഞു, മീൻ പിടിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞു. കാരണം പ്രകൃതി സന്ദേശങ്ങൾ തരുന്നു. അത്തിയുടെ കീഴിലിരുന്ന ഒരു മനുഷ്യൻ ന്യായപ്രമാണം ധ്യാനിക്കുന്നു. അവനെന്തോ പൊരുൾ തിരിച്ചു കിട്ടി. ന്യായപ്രമാണ കർത്താവിൻ്റെ അടുക്കൽ അവൻ വരുമ്പോൾ ന്യായപ്രമാണ കർത്താവ് അവനോട് പറയുന്നു, നഥനയേൽ, സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. എന്നെ എങ്ങനെ അറിയും? ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. അവൻ പറഞ്ഞു, നീ ഇസ്രായേലിൻ്റെ രാജാവ്, നീ ക്രിസ്തു. യേശുവിൻ്റെ മറുപടി, നിന്നെ അത്തിയുടെ കീഴിൽ ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നീ വിശ്വസിക്കുന്നോ? ഇതിനേക്കാൾ വലിയത് കാണും. വചനത്തിൻ്റെ വെളിപ്പാട് വചനകർത്താവിനെ കാണിച്ചു തരുമെന്ന് മാത്രമല്ല, അവനെ അനുഭവിക്കാൻ കഴിയും. പ്രകൃതിക്ക് പിന്നിലുള്ള വചനത്തെ അറിയിച്ചു തരുമ്പോൾ കാണുന്ന ലോകത്തിന് പിന്നിലുള്ള കാണാത്ത ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ 1 പറയുന്നു, വചനം മാംസമായി വന്നു. കാണുന്ന ലോകത്തിൻ്റെ പുറകിൽ ഇരുന്ന കാണാത്ത ദൈവം കാണുന്ന രൂപത്തിൽ വന്നിട്ട് പിന്നെ കാണുന്ന ലോകത്തെക്കുറിച്ച് പറഞ്ഞില്ല, ഉപമകൾ പറഞ്ഞു. പക്ഷെ മനുഷ്യനെ നയിച്ചത് അതിൻ്റെ പിന്നിൽ കാണാത്ത ലോകത്തെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. ഞങ്ങൾ കാണുന്നതിനെ അല്ല, കാണാത്തതിനെ നോക്കാൻ ഞങ്ങളുടെ നാഥൻ ഞങ്ങളെ പഠിപ്പിച്ചു.
വചനത്തിൻ്റെ പൊരുൾ തിരിയണം. വചനം ദൈവം തന്നു, അത് ധ്യാനിക്കണം. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്, പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നത്, ആത്മാവിൽ സംസാരിക്കുന്നത് വിവേചിക്കണം. വചനകർത്താവിനോട്, നാഥനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വചനം പൊരുൾ തിരിയുമ്പോൾ വെളിച്ചമുണ്ടാകും. ആ വെളിച്ചത്തിൻ്റെ പേരാണ് സുബോധം. ആ സുബോധം കിട്ടിയ മനുഷ്യനെക്കുറിച്ചാണ് ഹെബ്രായ ലേഖനത്തിൽ വിശ്വാസവീരന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തെ മനുഷ്യൻ ഒരു അത്ഭുതകരമായ കാര്യം ചെയ്തു. ആദാമിനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നിരിക്കെ ആദാമിൻ്റെ മകൻ മരണശേഷവും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെടുകയാണ്. കയീൻ യാഗം കഴിക്കാൻ പോയി. കയീനിലും കയീൻ്റെ വഴിപാടിലും ദൈവത്തിന് പ്രസാദമായില്ല. അവൻ്റെ അനിയൻ യാഗം കഴിക്കാൻ പോയി. അപ്പോൾ അനിയൻ എന്ത് വിചാരിച്ചു? ചേട്ടൻ്റെ വഴിപാടിലും ചേട്ടലിലും പ്രസാദിച്ചില്ല, ഞാൻ ജയിക്കും, ഞാൻ ചേട്ടൻ തോപ്പിക്കുമെന്നും പറഞ്ഞല്ല പോയത്. ചേട്ടന് വേണ്ടി യാഗം കഴിച്ചു. കർത്താവ് ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. അപ്പോൾ പ്രകൃതി, അതിൻ്റെ പിന്നിലുള്ള വചനം തരുന്ന സന്ദേശം ഹാബേലിന് പിടികിട്ടി. അത് പുതിയ നിയമത്തിൽ വചനകർത്താവ് വന്നപ്പോൾ പറഞ്ഞു, ഒറ്റ കൽപ്പനയുള്ളൂ, നിന്നെപ്പോലെ തന്നെ സ്നേഹിച്ചോ. ഹാബേൽ അത് ചെയ്തത് കാര്യം സൂപ്പറായിരുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷിക്കപ്പെട്ടു. സഹോദരൻ കൊന്നു. മരിക്കുമ്പോൾ, ചോരയൊലിക്കുമ്പോൾ ദൈവത്തോട് നിലവിളിക്കുക, കർത്താവേ ഇവൻ്റെ പാപം ക്ഷമിക്കണേ. അതുകൊണ്ട് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം യേശുവിൻ്റെ രക്തം. കാരണം ഹാബേലിൻ്റെ രക്തം തൻ്റെ ഒരേ ഒരു സഹോദരനെ രക്ഷിക്കാൻ മാത്രമേ പര്യാപ്തമായുള്ളൂ. ആദാമിൻ്റെ പാപം തീർക്കാൻ യേശു കർത്താവ് രക്തം ചൊരിഞ്ഞു. കയ്യും തെറ്റിപ്പോയി, ഹാബേൽ പരിഹാരം ചെയ്തു ഒറ്റൊരാൾക്ക് വേണ്ടി. ആദാം തെറ്റിപ്പോയി, മുഴുവൻ പേരും തെറ്റിപ്പോയി. മുഴുവൻ പേർക്ക് വേണ്ടിയും യേശു കർത്താവ് പരിഹാരം ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്ന ഹാനോക്കാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടന്നു പറഞ്ഞാൽ ആനയോട് കൂടെ നടക്കുക, ഒട്ടകപ്പക്ഷിയോട് കൂടെ നടക്കുക, ജിറാഫിനോട് കൂടെ നടക്കുക, കടുവയോട് കൂടെ നടക്കുക. അത് തന്നെ ഇപ്പോൾ പ്രാക്ടിക്കലല്ല. ഇത് ദൈവത്തോട് കൂടെ നടക്കുകയാണ്. അപ്പോൾ വേഗം എന്തായിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. സ്പേസ് എന്തായിരിക്കും അറിഞ്ഞുകൂടാ. ഗ്രൗണ്ട് ലെവലിലാണോ നടന്നത്, ആത്മമണ്ഡലത്തിലാണോ നടന്നത്, അത് അറിഞ്ഞുകൂടാ. പക്ഷെ വചനം പറയുന്നു, അവൻ ദൈവത്തോടുകൂടെ നടന്നു. ഈ നടന്നെന്ന് പറഞ്ഞാൽ സംസാരിച്ചെന്നാണ്, സംസാരിച്ചുകൊണ്ട് നടന്നെന്നാണ്. എന്തായിരിക്കും സംസാരിച്ചത്? പ്രധാനമന്ത്രിയോട് സംസാരിക്കണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ സ്റ്റാൻഡേർഡ് വേണ്ടേ? നാഥാൻ പ്രവാചകന്റെ മകൻ സാബൂദ് ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയുടെ കൂട്ടുകാരനായിരുന്നെന്ന്. കാരണം അന്നത്തെ സമയത്ത് ശലോമോനോടൊരു കുശലം പറയാനും അവൻ്റെ സ്റ്റാൻഡേർഡിലെത്ത് സംസാരിക്കാനും ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരോടും കാഷ്വൽ ടോക്ക് നടക്കത്തും. ഇൻറ്റിമസി ആയിട്ട് സംസാരിക്കാൻ ഇവനെ കണ്ടെത്തുകയുള്ളൂ. അപ്പോൾ പിന്നെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ആകാശം ഭൂമിയേക്കാൾ ഉയർന്നിരിക്കുന്ന പോലെ ഉന്നതമായിരിക്കുന്ന ഒരാളുടെ കൂടെ വർത്താനം പറഞ്ഞ് നടക്കണമെങ്കിൽ ഈ മനുഷ്യൻ്റെ ആത്മീക നിലവാരം എന്തായിരിക്കും? ഹാനോക്കിൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും? ദൈവം പറഞ്ഞേ, നീ ഇങ്ങനെ എന്നെ നടന്ന പോരാ, പൊക്കിയെടുത്തുകൊണ്ട് പോയി മരണം കാണാതെ എടുക്കപ്പെട്ടു. ഇന്ന് പുതിയ നിയമത്തിൽ വചനം മാംസമായി ജഡാവതാരം എടുത്തുന്നു. എന്തിന്? ജഡത്തിലുള്ളവനെ ആത്മാവാക്കാൻ. ഈ പറഞ്ഞ ബെനിഫിറ്റ്സ്, പ്രകൃതിയെ ഒന്ന് തൊടാൻ, വാഴ്ചകളെ, അധികാരങ്ങളെ ഒന്ന് തൊടാൻ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളെ ഒന്നറിയാൻ, ദൈവത്തിൻ്റെ നിയോഗം നടത്താൻ, ദൈവത്തിൻ്റെ നിയോഗത്തിനൊത്ത് ചലിക്കാൻ, മനുഷ്യരുടെ മോഹത്തിനല്ല ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ വീണ്ടും ജനിക്കണം. എങ്ങനെ? വചനത്താൽ ജനിക്കണം. വചനത്താൽ ജനിച്ചവനെ വിളിക്കാം, അവൻ വിളിച്ചാൽ കേൾക്കും. അവൻ തൊട്ടാൽ സ്പർശിക്കപ്പെടും. അവൻ ഊതിയാൽ കാറ്റിനതറിയാൻ പറ്റും, കൊടുങ്കാറ്റിനതറിയാൻ പറ്റും. അവൻ മോളിയാൽ സ്വർഗത്തിലെ ദൂതനത് കേൾക്കും. കാരണം ഇവൻ ദൈവത്താൽ ജനിച്ചവനാണ്. കർത്താവ് സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ആരാണ് ഈ സ്വന്തം? യഹൂദന്മാരായിരുന്നു. യഹൂദന്മാർ കൈക്കൊണ്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല, അവരുടെ സ്വന്തമുണ്ട്, അവരുടെ സെൽഫ് ഇവനെ സ്വീകരിച്ചില്ല. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവനെ വിശ്വസിച്ചില്ല. കാരണം ലോകത്തിനൊരു പഠിപ്പിക്കലുണ്ടായിരുന്നു. ആ പഠിപ്പിക്കലിന് മനസ്സിലാകാത്ത കാര്യങ്ങളായി യേശു കർത്താവ് പറയുന്നത് അവർക്കത് പോഷത്തമായിട്ട് തോന്നും. അതുകൊണ്ട് അവനെ സെൽഫാക്കാൻ തയ്യാറുള്ളവർക്ക്, അവൻ്റെ വചനത്തെ വിശ്വസിക്കാൻ തയ്യാറുള്ളവർക്ക് അവൻ ദൈവമക്കളാകാൻ അധികാരം നൽകി. ദൈവമക്കളാകാൻ അവസരം നൽകി എന്ന് പറഞ്ഞാൽ പോരെ, അധികാരമാണ് തരുന്നത്. ദൈവമകനെന്ന പദവിയും അധികാരവും നൽകുകയാണ്. ഹല്ലേലൂയ. ഹാബേലിനെ പോലെ സഹോദരങ്ങൾക്ക് വിടുതലാകാൻ,
ഹാനോക്കിനെ പോലെ ദൈവത്തോടുകൂടെ നടക്കാൻ, ചരിത്രം സൃഷ്ടിക്കാൻ, വീണ്ടും ജനനാനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് ക്ഷണിക്കുന്നു. ദൈവം കൃപ നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവ് തന്നെ നിങ്ങളോട് സംസാരിക്കുകയും കൂടെ ഇരിക്കുകയും ചെയ്യട്ടെ. ആമേൻ.